ആറാം രാത്രികാലം നാം ദൈവവാദപീഠത്തിലായിരിക്കുകയാണല്ലോ. ഇന്ന് രാത്രികാലത്തെ അല്പസമയത്തെ ദൈവവചന ചിന്തയ്ക്ക് ആധാരമായി യെശയ്യാവിൻ്റെ പ്രവചന പുസ്തകം 54 അധ്യായത്തിൻ്റെ 16-17 വാക്യങ്ങൾ ശബ്ദമുയർത്തി വായിക്കാം. തീക്കനൽ ഊതി പണി ചെയ്ത് ഓരോ ആയുധം തീർക്കുന്ന കൊല്ലനെ ഞാൻ സൃഷ്ടിച്ചിരിക്കുന്നു. നശിപ്പിപ്പാൻ സംഹാരകനെയും ഞാൻ സൃഷ്ടിച്ചിരിക്കുന്നു. നിനക്ക് വിരോധമായി ഉണ്ടാക്കുന്ന യാതൊരു ആയുധവും ഫലിക്കയില്ല. ന്യായവിസ്താരത്തിൽ നിനക്ക് വിരോധമായി എഴുന്നേൽക്കുന്ന എല്ലാ നാവിനെയും നീ കുറ്റം വിധിക്കും. യഹോവയുടെ ദാസന്മാരുടെ അവകാശവും എൻ്റെ പക്കൽ നിന്നുള്ള അവരുടെ നീതിയും ഇത് തന്നെ ആകുന്നു എന്ന് യഹോവ അരുളി ചെയ്യുന്നു. സ്തോത്രം. നിനക്ക് വിരോധമായി ഉണ്ടാക്കുന്ന ഒരു ആയുധവും ഫലിക്കത്തില്ലെന്ന് ദൈവത്തിൻ്റെ ആത്മാവ് ഒരു പ്രോമിസ് നമുക്ക് തരിക. സ്തോത്രം. ഇത് തൻ്റെ ദാസന്മാരുടെ ഒരു അവകാശമാണെന്ന് സ്തോത്രം ദൈവവചനത്തെ നമ്മൾ ഓർമ്മപ്പെടുത്തി. അപ്പോൾ തന്നെ മുകളിലൊരു കാര്യം പറയുന്നുണ്ട്. സ്തോത്രം. ഈ സ്തോത്രം ഓരോ ആയുധം തീർക്കുന്ന കൊല്ലനെ സൃഷ്ടിച്ചിട്ടുണ്ട്, നശിപ്പിപ്പാൻ സംഹാരം, ഇതെല്ലാം ഉണ്ട്. ഇതെല്ലാം ഉള്ളപ്പോൾ തന്നെ നിനക്കൊരു കാവലുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. നിനക്കൊരു പ്രൊട്ടക്ഷൻ ഉണ്ട്, നിനക്കൊരു സംരക്ഷണമുണ്ട്. ഈ ആണ്ടിൻ്റെ ആരംഭം മുതൽ ഇതുവരെ സ്വർഗത്തിലെ ദൈവം നമ്മെ ഓരോരുത്തരെയും സംരക്ഷിച്ചു, പ്രൊട്ടക്ട് ചെയ്തു, കാവൽ ചെയ്തു. സ്തോത്രം. നമ്മുടെ ആരോഗ്യത്തെ, ആയുസ്സിനെ എല്ലാം ദൈവം സൂക്ഷിച്ചു. സ്തോത്രം. വരാവുന്ന ആപത്തുകൾ, അനർത്ഥങ്ങൾ എല്ലാം ദൈവം നമ്മെ വിടുവിച്ചു. സ്തോത്രം. ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ഹല്ലേലൂയ സ്തോത്രം നമുക്ക് അത്രയും കാര്യങ്ങൾ പിടികിട്ടത്തില്ല. പക്ഷെ ഞാൻ സ്തോത്രം ഒരു ഭാഗത്തേക്കൂടെ നിങ്ങളുടെ ചിന്തയൊന്ന് കൊണ്ടുപോകാം. 91 സങ്കീർത്തനത്തിൻ്റെ 10, 11, 12 വാക്യങ്ങളിലേക്കൂടെ ഒന്ന് പെട്ടെന്ന് ചിന്തയൊന്ന് പോയിക്കാട്ടെ. 91 സങ്കീർത്തനത്തിന്റെ 10, 11, 12 വാക്യങ്ങളിലൂടെ. ഒരു അനർത്ഥവും നിനക്ക് ഭവിക്കയില്ല, ഒരു ബാധയും നിന്റെ കൂടാരത്തിന് അടുക്കയില്ല. നിന്റെ എല്ലാ വഴികളിലും നിന്നെ കാക്കേണ്ടതിന് അവൻ നിന്നെക്കുറിച്ച് തന്റെ ദൂതന്മാരോട് കൽപ്പിക്കും. സ്തോത്രം. ഹല്ലേലൂയ. ഇത് കേൾക്കുമ്പോഴും നമുക്ക് പ്രത്യേകിച്ച് ഒന്നും തോന്നത്തില്ല. എൻ്റെ കല്ലൊന്നും ഇവിടെ തട്ടി, കാലൊന്നും എങ്ങും തട്ടിയില്ലല്ലോ. സ്തോത്രം. ഇന്ന് രാവിലെ ദൈവത്തിൻ്റെ ആത്മാവിനോട് ശക്തമായിട്ട് പറഞ്ഞൊരു കാര്യം ഞാൻ പറയാം. ഹല്ലേലൂയ. സ്തോത്രം. എന്നോട് പറഞ്ഞു, കർത്താവ് പറഞ്ഞു, മോനെ സ്തോത്രം, നിനക്ക് കാണാവുന്ന കല്ലുള്ളിടത്ത് സ്തോത്രം നമ്മൾ മനഃപൂർവ്വമായിട്ട് ബോബി കൊണ്ട് കാല് തട്ടുവോ? ഇല്ല അല്ലേ? നമ്മൾ മാറിപ്പോകും. സ്തോത്രം. മാറി പോകും. പക്ഷേ നിനക്ക് കാണാൻ പറ്റാത്ത കല്ലുള്ളിടത്ത് എത്ര പേർക്ക് ഇന്ന് രാത്രി പിടികിട്ടി? സ്തോത്രം. അല്ലേ? ദൂതൻ നിന്റെ കാല് കല്ലിൽ തട്ടാതെ വണ്ണം അല്ലെങ്കിൽ ഞാൻ എൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കുമെന്ന് പറയുമ്പോൾ സ്തോത്രം, ഞാനും നീയും കാണാത്ത ഒത്തിരി അനർത്ഥങ്ങൾക്കകത്തില് സ്തോത്രം അല്ലെ, എനിക്കും നിനക്ക് മാറിപ്പോകാൻ കഴിയാതിരുന്ന ഒത്തിരി അനർത്ഥങ്ങൾക്കകത്തില് സ്വർഗത്തിലെ ദൈവം എന്നെയും നിന്നെയും ഹല്ലേലൂയ ഒരു ദോഷവും തട്ടാതെ വണ്ണം സൂക്ഷിച്ച ദൈവകരത്തെ ഓർത്ത് ഇന്ന് രാത്രി എത്ര പേർക്ക് ദൈവത്തെ സ്തുതിക്കാൻ കഴിയും? എത്ര പേർക്ക് ദൈവത്തെ സ്തോത്രം ചെയ്യാൻ കഴിയും? നമ്മുടെ ജീവിതത്തിനെതിരെ, നമ്മുടെ കുടുംബത്തിനെതിരെ, നമ്മുടെ തലമുറകൾക്കെതിരെ ഞാനും നിങ്ങളും കാണാതെ ഒത്തിരി അനർത്ഥങ്ങൾ പതിയിരുന്നപ്പോൾ നമ്മളത് കണ്ടില്ല. കാണാതെ വണ്ണം സ്വർഗത്തിലെ ദൈവം നമ്മുടെ മുകളിലേക്ക് അത് വരാതെ വണ്ണം ദൈവം അതിനെ മാറ്റിവിട്ട ദൈവത്തിന്റെ വിശ്വസ്തതയ്ക്കായി ഞാൻ ദൈവത്തെ ഈ രാത്രി സ്തോത്രം ചെയ്യുകയാണ്. ഒന്നുകൂടെ പറയാം. അല്ലെങ്കിൽ എനിക്ക് മനസ്സിലാവും, 2 ക്ലാസ്സിൽ നമുക്ക് കാണാവുന്ന സ്ഥലമുണ്ട്. അവിടെ വണ്ടി അവിടെ കണ്ടായിരുന്നു. അപ്പൊ ഞാൻ അത് കണ്ടതുകൊണ്ട് ഞാൻ ഇങ്ങനെ വിട്ടു എന്നൊന്നും നമ്മൾ പറഞ്ഞിട്ടില്ല. പക്ഷേ നമ്മൾ കാണാത്ത ചില ബ്ലൈൻഡ് സ്പോട്ടുകളുണ്ട്. അവിടെ വണ്ടി ഇല്ലെന്നല്ല, സ്തോത്രം, വണ്ടിയുണ്ട്, പക്ഷെ നമ്മൾ കണ്ടില്ലെന്നേ ഉള്ളൂ. ഇന്ന് രാത്രികാലം ഞാനും നിങ്ങളും കാണാത്ത ഒത്തിരി ബ്ലൈൻഡ് സ്പോട്ടുകളിൽ എനിക്കും നിനക്കും വിരോധമായി പതിയിരുന്ന ശത്രുവിന്റെ ഒത്തിരി ശക്തികളുണ്ടായിരുന്നു. പക്ഷെ അതെന്റെ ഇന്നിന്റെയും കൂടാരത്തിനകത്തിൽ കയറി വരാതെ വണ്ണം അനർത്ഥങ്ങൾ കൂടാരങ്ങൾക്കകത്തിൽ കയറി വരാതെ വണ്ണം നമ്മെ സംരക്ഷിച്ച ദൈവത്തിന്റെ കരുതലുകൾക്കും കാവലുകൾക്കുമായി ഈ രാത്രി ഞാൻ ദൈവത്തെ വാഴ്ത്തുക, ദൈവത്തെ സ്തുതിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ, സ്തോത്രം. നമ്മൾ ഈ ദാനിയേലിന്റെ പുസ്തകത്തിലേക്ക് പഠിച്ചു വരുമ്പോഴത്തേക്കാണ് ഞാൻ 2 ഭാഗങ്ങൾ പെട്ടെന്ന് കണക്ട് ചെയ്തിട്ട് ഞാൻ പെട്ടെന്ന് ഇരിക്കാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. സ്തോത്രം. ദാനിയേലിന്റെ പുസ്തകത്തിലേക്ക് നമ്മൾ കണക്ട് ചെയ്ത് വരുമ്പോൾ സ്തോത്രം നിങ്ങൾ പെട്ടെന്ന് ആ ഭാഗം ഒന്ന് വായിച്ചോ. സ്തോത്രം. ദാനിയേലിന്റെ പുസ്തകം 6-ാം അധ്യായത്തിന്റെ 22-ാമത്തെ വാക്യം ഒന്ന് വായിച്ചു. 6-ാം അധ്യായത്തിന്റെ 22-ാമത്തെ സ്തോത്രം. അല്ലെങ്കിൽ ആ പദം നിങ്ങൾ ശ്രദ്ധിച്ചോ. സ്തോത്രം. ദാനിയേലിനെ കുറിച്ചൊരു ദുഃഖ ശബ്ദത്തോട്, ഒന്നുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ ഇദ്ദേഹത്തെ കുറിച്ച് ചില ദുഃഖവാർത്ത പറയാൻ എല്ലാവരും തയ്യാറായിരിക്കുമായിരുന്നു. രാജാവ് ഉൾപ്പെടെ ഒരു ദുഃഖവാർത്ത പറയാൻ തയ്യാറായിരിക്കുമായിരുന്നു. പക്ഷേ അവിടെ എഴുതി വെച്ചിരിക്കുന്ന ഒരു പദം കണ്ടോ? ഹല്ലേലൂയ, സ്തോത്രം. എൻ്റെ ദൈവം തൻ്റെ ദൂതനെ അയച്ച് എനിക്കൊരു കേടും വരുത്താതെ വേണം. ഞാൻ ഒന്നുകൂടെ ആഴത്തിൽ ഇറങ്ങി പറയാം. ഇന്നലകളിൽ കേട് വരുത്താൻ തക്കണം ഒത്തിരി ശക്തികൾ നിന്നതാ, ഒത്തിരി പദ്ധതികൾ ഒരുക്കിയതാ. പക്ഷെ നിന്റെ ദൈവം നിന്നെ ഹല്ലേലൂയ ശത്രു ഒരു കേട്
കേടും വരുത്താതെ വേണം സൂക്ഷിച്ച ദൈവത്തിന്റെ വിശ്വസ്തതയ്ക്കായി ഈ രാത്രി ഞാൻ ദൈവത്തെ സ്തുതിക്കുക. ഇന്ന് രാത്രി ആണ്ടിന്റെ അവസാന ദിവസം എത്ര പേർക്ക് ദൈവത്തെ സ്തുതിക്കാൻ സാധിക്കും? ഇന്നലകൾ എനിക്കെതിരെ, എന്റെ കുടുംബത്തിനെതിരെ, എന്റെ തലമുറകൾക്കെതിരെ കേടുവരുത്താൻ ശത്രു ഒരുക്കി വെച്ച പല പദ്ധതികൾക്കകത്തിൽ സ്വർഗത്തിലെ ദൈവം തന്റെ ദൂതനെ അയച്ച് കേടുവരുത്താതെ വിടുവിച്ച ദൈവത്തിന്റെ വിശ്വസ്തതയ്ക്കായി ഞാൻ എന്റെ ദൈവത്തെ വാഴ്ത്തുകയാ. സ്തോത്രം, ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ, സ്തോത്രം. കേടുവരുത്താൻ പല മേഖല നോക്കിയതാ. ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം, ഹല്ലേലൂയ. നിന്റെ വീടിനകത്തിൽ ഹല്ലേലൂയ ദുഃഖത്തിന്റെ വാർത്തകൾ ഉയർത്താൻ നോക്കിയതാ. ഹല്ലേലൂയ, സ്തോത്രം. പക്ഷേ നിന്റെ വിലാപത്തെ നൃത്തമാക്കി തീർത്തൊരു ദൈവമുണ്ട്. അല്ലെങ്കിൽ നിന്റെ രട്ടഴിച്ചൊരു ദൈവമുണ്ട്. ഹല്ലേലൂയ, നിന്റെ ഹല്ലേലൂയ കണ്ണുനീരിനെ ഹല്ലേലൂയ നൃത്തമാക്കി തീർത്തൊരു ദൈവമുണ്ട്. എത്ര പേർക്ക് ഇന്ന് രാത്രി ദൈവത്തെ സ്തുതിക്കാൻ പറ്റും? എന്റെ ജീവിതത്തിന്റെ വിലാപങ്ങളെ നൃത്തമാക്കി തീർത്ത ദൈവം, എന്റെ രട്ടഴിച്ചു മാറ്റി എന്റെ ദൈവം. ഇന്ന് രാത്രി ആ ദൈവത്തെ സ്തുതിക്കാൻ കഴിയുന്നവർ ഇന്ന് രാത്രി ആത്മാവിൽ അല്പസമയം ആ ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ടെ. നിനക്ക് യാതൊരു ദോഷവും ചെയ്യാതെ വേണം ദൈവം തന്റെ ദൂതനെ അയച്ച് നിന്നെ കേടുവരുത്താൻ നോക്കിയ മേഖലയിൽ നിന്റെ ജീവിതത്തിൽ യാതൊരു കേടും വരാതെ വേണം സൂക്ഷിച്ച ദൈവത്തിന്റെ വിശ്വസ്തതകൾ. ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ, സ്തോത്രം. എങ്ങനെയാ ദൂതൻ കേടുവരുത്താതിരുന്നത്? ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ. എങ്ങനെയാ ശത്രു കേടുവരുത്താതിരുന്നത്? ശത്രുവിന്റെ ആയുധം പ്രബലമല്ലായിരുന്നു. സ്തോത്രം, ഹല്ലേലൂയ. അജീഷ, ശത്രുവിന്റെ ആയുധം പ്രബലമായിരുന്നു. സ്തോത്രം. ഈ ആയുധത്തെ ആർക്കും നീക്കാൻ പറ്റത്തില്ലായിരുന്നു. നിങ്ങളത് ആ ഭാഗം നമ്മൾ വായിക്കുന്നു, കൃത്യമായിട്ടത് മനസ്സിലാകും. ഹല്ലേലൂയ. നിങ്ങൾ സ്തോത്രം ദാനിയേലിന്റെ പുസ്തകം 6-ാം അധ്യായത്തിന്റെ 8, 9, 10 വാക്യം വായിക്കുമ്പോൾ ആയുധത്തിന്റെ പ്രബലത നമുക്ക് മനസ്സിലാകും. ഹല്ലേലൂയ, വായിച്ചു. യെസ്, ആ, യെസ്. കിളിവാതികളിൽ യെരുശലേമിന് നേരെ തുറന്നിരുന്നു. താൻ മുൻപേ ചെയ്തു വന്നതുപോലെ ദിവസവും 3 പ്രാവശ്യം മുട്ടുകുത്തി തന്റെ ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ച് സ്തോത്രം ചെയ്തു. സ്തോത്രം. ഇന്ന് രാത്രികാല രേഖയുടെ ശക്തി എന്തോന്നറിയാമോ? ആർക്കും മാറ്റം വരുത്താത്ത രേഖ, മാനുഷിക ബുദ്ധിയിൽ മാറാത്ത രേഖ. സ്തോത്രം. ഒരുത്തിനും നീക്കാൻ പറ്റാത്ത രേഖ. പക്ഷേ സ്തോത്രം, പ്രാർത്ഥിക്കുന്നതിന് മുമ്പിൽ രേഖയുടെ ശക്തി കെടുകയാ. സ്തോത്രം. പ്രാർത്ഥിക്കുന്നതിന് മുമ്പിൽ രേഖയുടെ ശക്തി കെടുകയാ. ഈ രാത്രിക്കാലം ഞാൻ ആത്മാവിൽ ദൂത് കൈമാറാ. കഴിഞ്ഞ നാളുകൾ എനിക്കും നിനക്കും വിരോധമായി പല രേഖയും ശത്രു എഴുതിയതാ. ആർക്കും നീക്കം വരാൻ പറ്റാത്ത രേഖകളാ എഴുതിയത്. പക്ഷേ പ്രാർത്ഥിക്കുന്നതിന് മുമ്പിൽ ആ രേഖ നിനക്ക് കേടുവരുത്താതെ വേണം. ആ രേഖയുടെ ശക്തി നിനക്ക് കേടുവരുത്താതെ വേണം. എന്റെ ദൈവം തന്നെ ദൂതന്മാരെ അയച്ച് നമ്മെ സംരക്ഷിച്ച കാവൽ ചെയ്ത ദൈവത്തിന്റെ വിശ്വസ്തതകൾക്ക് ഞാൻ ഇന്ന് രാത്രി എന്റെ ദൈവത്തെ വാഴ്ത്തുക.